ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപഴം എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവാറുണ്ട് അല്ലേ. അത് വെച്ചിട്ട് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ 4 മണിക്കൊക്കെ പലഹാരമൊന്നും ഇല്ല എന്നുള്ള ടൈമിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 പഴുത്ത ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിൽ വെച്ചിട്ടും ചെയ്തെടുത്താൽ മതി കേട്ടോ. മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. പക്ഷേ ഫോർക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെറിയ പഴങ്ങളൊക്കെ ഇടയിൽ കേക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, ഭയങ്കര ജ്യൂസി ആവാത്ത രീതിയിലൊന്ന് കറക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ പഴമൊക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പഴമൊക്കെ പൊതുവേ മധുരമുള്ളതുകൊണ്ട് തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും കേട്ടോ. പിന്നെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ 2-3 ഏലക്ക നല്ലപോലെ പൊടിച്ചിട്ട് ചേർത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്ന പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് 1 കപ്പ് തിളപ്പിച്ചാറിയ പാൽ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ചോക്ലേറ്റോ എന്ത് വേണിച്ചാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 3/4 ഭാഗം വെച്ചിട്ട് ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഗ്ലാസ് എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ബൗൾസോ അല്ലെങ്കിൽ വലിയൊരു ബൗൾ എടുത്തിട്ടോ നമുക്കിത് ബേക്ക് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ ബാറ്ററെല്ലാം ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിനും കാണാൻ നല്ലൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ചോക്ലേറ്റോ എന്ത് വേണിച്ചാലും ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടുപ്പിൽ പാൻ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ ഗ്ലാസ്സുകൾ അതിലേക്ക് വെച്ചിട്ട് ഒരു 30 തൊട്ടിട്ട് 35 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക കേട്ടോ. ടൂത്ത് പിക്കിൽ ഒട്ടി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അതേപോലെ ഗ്ലാസ്സിൽ നിന്ന് അടർത്തിയെടുത്ത പഴം വെച്ചിട്ടുള്ള അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ.